5 മണിക്ക് എണീറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ കാണിക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത്. ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവുക. എവിടേക്കാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ കോലം കാണുമ്പോൾ. നമ്മൾ അമ്പലത്തിലേക്ക് തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി, അമ്മയും മാലും പാറും ഒക്കെ റെഡിയായി. പിന്നെ അത് കണ്ണേട്ടൻ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നല്ല മഞ്ഞാട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിനനുസരിച്ച് മഞ്ഞ്. നമ്മളിങ്ങനെ ഊട്ടിയിലൊക്കെ അല്ലേ ഇങ്ങനെ കാണാറ്, പക്ഷെ അതുപോലത്തെ മഞ്ഞായിരുന്നു കേട്ടോ. പോകുന്ന വഴിയൊന്നും ശരിക്കും നമുക്ക് പോകുമ്പോൾ റോഡ് തന്നെ കാണാണ്ടായിരുന്നില്ല, അങ്ങനെ മഞ്ഞുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്ന എവിടേക്കാണ് പറഞ്ഞില്ലല്ലോ, അത് പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. നേരെ ഇങ്ങനെ വെളിച്ചായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ് പുറത്തേക്ക് നോക്കിയിരിക്കാൻ. എൻ്റെ സീറ്റ് പിന്നെ പാറു കയ്യേറിയാണ്. നമ്മളിത് എത്തിയത് എവിടേക്കാണ് അറിയോ? നമ്മൾ കാടമ്പുഴ ക്ഷേത്രത്തേക്ക് കേട്ടോ. ഈ ക്ഷേത്രത്തിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. 38 വർഷം മുന്നേ എനിക്ക് ചോറ് തന്ന അമ്പലമാണ്. എൻ്റെ ചോറൂണ് ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് മുന്നൊക്കെ ഞാൻ പോയപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ മുട്ടറക്കാൻ തന്നെ എത്ര നേരം നമ്മൾ ക്യൂ നിൽക്കണം അറിയോ, എത്ര മണിക്കൂറോളം നിൽക്കേണ്ടി വന്നറിയോ. ഈ തവണ പോയപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മൾ പിന്നെ വഴിപാടിന് ഷീട്ടാക്കി, അത് കഴിഞ്ഞ് നാളികേരമൊക്കെ മേടിച്ച് നമ്മൾ നേരെ ചെന്നത് അമ്പലത്തേക്ക്. ഇറങ്ങിയ വഴിക്ക് തന്നെ, അവിടെ ചെന്ന വഴിക്ക് തന്നെ നമുക്ക് മുട്ടറക്കാനൊക്കെ സാധിച്ചു കേട്ടോ. പിന്നെ നേരെ തൊഴാനും തിരക്ക് കുറവായിരുന്നു, ബസ് സമരമായിരുന്നല്ലേ ഇന്നലെ, അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. അങ്ങനെ തൊഴലൊക്കെ നന്നായി തൊഴുതു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്പലത്തിൽ. കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ അതിനെക്കാട്ടിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് അവിടെ അടുത്ത് അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഹോട്ടലിലേക്കാട്ടോ. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാറുവിന് വിശക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചായ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിത് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലു എന്നത്തെയും പോലെ ഭയങ്കര ഇതിലായിരിക്കുന്നത്, ഒന്ന് സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നേരത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വേഗം പോവാ സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ നമുക്കൊരു അമ്പലത്തേക്ക് കൂടിയും പോകാണ്ടായിരുന്നു, വീടിൻ്റെ അടുത്ത് കളരിക്കൽ കേട്ടോ. അവിടെയും പോയി തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ചു. നേരെ തൊഴാനും പറ്റിയിട്ടോ. പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായി തൊഴുതു. അങ്ങനെ അവിടുത്തെ പ്രസാദം പ്രത്യേക ഭംഗി, ഒരുപാട് പൂവൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.